ഇന്ത്യൻ ആർമിയുടെ ബസ്സാണത്. നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്താണ്. 200 കിലോമീറ്റേഴ്സ് ഉള്ളു ഇവിടുന്ന് പാകിസ്ഥാൻ എത്താൻ വേണ്ടി. ജയ്സൽമീർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ കഞ്ചാവിൻ്റെ ഡ്രിങ്ക് അടിച്ച് കിള്ളിയായിരിക്കുകയാണ്. എൻ്റെ കറങ്ങുന്നു ഞാനിവിടെ കിടന്ന്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ജയ്സൽമീറിൽ കഞ്ചാവ് ഇല്ലീഗലല്ല, ലീഗലാണ്. കഞ്ചാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനാബിസ് അല്ല, ബാങ് എന്നാണ് പറയുന്നത്. കാനാബിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലവറാണ്. നമുക്ക് ഇന്ത്യയിൽ ലീഗലായിട്ടുള്ളത് അതിൻ്റെ ഇലയാണ്. ഇല ഒരുപാട് സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാം, കൺസ്യൂം ചെയ്യാം, ഡ്രിങ്കായിട്ട് കുടിക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. താമസിക്കുന്നത് ജയ്സൽമീറിലെ ഫോർട്ടിലാണ്. ഫോർട്ട് എന്ന് വെച്ചാൽ ജയ്സൽമീർ കോട്ടയാണ്. ട്രഡീഷണൽ കോട്ട, പണ്ട് രാജാക്കന്മാരൊക്കെ താമസിച്ച അതേ കോട്ടയിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മൾ കോട്ടയെ പറ്റി കാണിക്കും, നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി കഞ്ചാവിൻ്റെ ഡ്രിങ്ക് അടിക്കും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് ഫുള്ളി സ്ഥലമൊക്കെ കാണും. പോളീസാനാണ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സ്റ്റേ വിത്ത് മീ, ഓക്കെ? നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ബാങ്ക് ഷോപ്പിലാണ്. ഇവിടെ പോലീസിൻ്റെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഒരു സീനും ഇല്ല, പക്ക കിടിലാണ്. കാരണം ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, വിത്ത് ലൈസൻസ് ആണ്. ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡ്രിങ്ക് കുടിക്കണം ഇന്ന്. ബാങ്കിൻ്റെ നമുക്ക് ചോക്ലേറ്റ് ബാങ്ക് ലസ്സി കുടിക്കാം. സ്ട്രോങ്. ബാങ്കിനെ പറ്റി പറയുന്നത് രാജസ്ഥാനിൽ ബാങ്കിൻ്റെ പ്രൊഡക്ഷൻ അലൗഡ് അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ സെയിലും കൺസെപ്ഷനും അലൗഡാണ്. ബീഹാർ ആൻഡ് വെസ്റ്റ് ബംഗാളിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളാണ്. ബാങ്ക് കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫീവർ, വയറിളക്കം, സൺസ്ട്രോക്ക്, ഇൻഡൈജഷൻ, പിന്നെ വിശപ്പില്ലായ്മ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ക്യൂർ ചെയ്യും. ബാങ്കിൻ്റെ ഡെഫിനിഷൻ നോക്കിയോ. ബാങ് ഈസ് എൻ എഡിബിൾ പ്രിപ്പറേഷൻ മെയ്ഡ് ഫ്രം ലീവ്സ് ഓഫ് കാനാബിസ് പ്ലാന്റ്. എഡിബിൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന പ്രിപ്പറേഷൻ മെയ്ഡ് ഫ്രം കാനാബിസ് പ്ലാന്റ്. എന്തോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കഞ്ചാവിൻ്റെ ഇലയാണ്. ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് 1000 BC, യേശു ക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പേ ഇവരെ ഇന്ത്യയിൽ ഈ സംഭവം ഉപയോഗിച്ചിട്ടുണ്ട് ആൾക്കാർ. അന്ന് തൊട്ടേ ഉള്ള ട്രഡീഷനാണ്. മഹാശിവരാത്രി ആൻഡ് ഹോളി, അതാണ് 2 ഫെസ്റ്റിവൽസ്. ബാങ് കമ്പൽസറി ആണ് ഇന്ത്യയിൽ. ബാങ് ഷോപ്സിലാണ് കിട്ടുന്നത്. ബാങ് ലസ്സി എന്ന് പറഞ്ഞ സംഭവമാണ് കിട്ടുന്നത്. വിക്കിപീഡിയ പറയുന്ന കാര്യങ്ങളാണിത്. നമുക്ക് ഇതാണ് നോർമൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ബാങ് ഈസ് യൂസ്ഡ് ബൈ ദ വെസ്റ്റേൺ പീപ്പിൾ. യൂറോപ്യൻസ് ഇന്ത്യ വന്നപ്പോൾ അവർ ഒരുപാട് ബാങ് യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് രാജാക്കന്മാർ ഒക്കെ ബാങ്ങിൻ്റെ യൂസേജിൻ്റെ ആൾക്കാരായിരുന്നു. അവർക്ക് രാത്രി ഫുൾ ടെൻഷൻ കാര്യങ്ങൾ റിലീവ് ചെയ്ത് ഫുൾ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചൊരു സാധനമാണെന്ന് അതിൽ പറയുന്നത്. നമുക്ക് നടക്കാം, എന്നിട്ട് ബാങ്കിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്കിപ്പോൾ ഒരു സ്മാർട്ട് വാച്ച് മേടിക്കാം. നമ്മുടെ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി സ്മാർട്ട് വാച്ച് മേടിക്കാം. കാരണം ഞാൻ ഒത്തിരി ദിവസമായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണെന്നൊരു അവസരം കിട്ടിയത്. കണ്ടേ, പെബിൾ വർക്സ് സ്മാർട്ട് വാച്ചാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. 42 രൂപയേ ഉള്ളൂ സ്മാർട്ട് വാച്ചിന്. ഈ 42 രൂപയ്ക്ക് എങ്ങനെ സ്മാർട്ട് വാച്ച് കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഒരെണ്ണം മേടിക്കാം. വാച്ച് വരുന്നത് അജ്മൽ ബിസ്മി അല്ലെങ്കിൽ സ്കൈസെൽ, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നായിരിക്കും. ₹42 ആണ്. ബുക്ക് എ സ്പോട്ട്, ഒരു സ്പോട്ട് ബുക്ക് ചെയ്യാം. ആൻഡ് നമ്മുടെ വാളറ്റിൽ നമുക്ക് ₹96 ബാലൻസ് ഉണ്ട്. നമുക്ക് ഒരെണ്ണം അങ്ങ് ബുക്ക് ചെയ്തെടുക്കാം. 42 രൂപയുടെ ഒരു സ്പോട്ട്. ഓക്കെ, ബുക്ക് ചെയ്തു. ഈ വാച്ച് ഗിവ് അവേ ആണ്. നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇതാരാണ്? ഇത് തബു അല്ലേ? തബു കറക്റ്റാണ്. സ്ലോട്ട് തബു. യെസ്, യു ഹാവ് സക്സസ്ഫുള്ളി എൻറ്റേർഡ് ദ പൂൾ ആൻഡ് 1 സ്പോട്ട്. പെബിൾ വാച്ചിൻ്റെ അതാ കാണിച്ചു തരാം. അതെ, റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് വരും. ഇവിടെ ഈ വാച്ച് ഗിവ് അവേ ആയിട്ടാണ് കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. കാരണം നമ്മൾ ട്രാവൽ വീഡിയോസാണ് ഇടുന്നത്, എക്സ്ക്ലൂസീവ് ട്രാവൽ വീഡിയോസാണ് ഇടുന്നത്, റിയാലിറ്റി വീഡിയോസാണ് ഇടുന്നത്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നോൺ ടൂറിസ്റ്റി സംഭവങ്ങൾ, ടൂറിസ്റ്റുകാർ നോർമലി ചെയ്യുന്ന കാര്യങ്ങളല്ല, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അത് റിയാലിറ്റി പരമായിട്ട് എല്ലാവരിലും എത്തിക്കും. എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, റെഡ് ബട്ടൺ പ്രസ് ചെയ്തോ. ഇപ്പോൾ തന്നെ എന്നിട്ട് അടിച്ച് പരത്ത് ലൈക്ക് ബട്ടണും ആ ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, നമ്മൾ അവിടെ നിന്നിട്ടാണ് നോക്കിയത്. ആ ഗോദ്രേജിൻ്റെ കടയിൽ അവിടെ നിന്നിട്ടാണ് നോക്കിയത്. ഞാൻ പറഞ്ഞില്ല എൻ്റെ റൂമെന്ന്. എൻ്റെ ടീഷർട്ട്, ഈ ടീഷർട്ട് അവിടെ നിന്ന് കാണാമായിരുന്നു. ഈ പൈപ്പ്, പോസ്റ്റ് പൈപ്പ്, അതിന് ഇവിടെ നിന്നുള്ള ഔട്ട് സൈഡ് വ്യൂ കാണിച്ചു തരാം. പഴയ ഒരു കൊട്ടാരത്തിൻ്റെ കോട്ടയ്ക്കകത്ത് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണാം നമുക്ക്. അവരെയൊക്കെ വൈകിട്ടൊക്കെ അവിടെയൊക്കെ വന്ന് നിൽക്കും. കിടിലല്ലേ വ്യൂ? ഇത് 1000 റുപ്പീസിൻ്റെ റൂമാണ്. ഇപ്പം ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട്, ഓഫ് സീസൺ ആയതുകൊണ്ട് 200 റുപ്പീസിന് കൊടുത്തിരിക്കുകയാണ്. നൈസ് അല്ലേ? ബ്യൂട്ടിഫുൾ സ്ഥലം. എത്ര കണ്ടാലും മതിയാകത്തില്ല. ഇതിനകത്തൂടെ നമുക്ക് കറങ്ങി തിരിഞ്ഞ് നടക്കാം. ഇപ്പം നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാങ്കിൻ്റെ ജ്യൂസ് ഉണ്ട്, ബാങ്കിൻ്റെ സർബത്തുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ഒരുപാട് ബാങ്കിൻ്റെ ഐറ്റംസ് ഉണ്ട്. ബാങ്ക് മീൻസ് കഞ്ചാവാണ്. ഇവിടെ ലീഗലാണ് കഞ്ചാവിൻ്റെ സാധനം. അപ്പം നമുക്കതെല്ലാം ടെസ്റ്റ് ചെയ്യാം, ട്രൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ഇതാണ്, എക്സ്പ്ലോറിങ് ദ ബ്യൂട്ടി ഓഫ് ദി ഫോർട്ട് ഓഫ് ജയ്സൽമീർ ആൻഡ് ഡ്രിങ്കിങ് ദി ബാങ്ക് ഓഫ് ജയ്സൽമീർ. ഇതാണ് നമ്മുടേത്.
പണ്ടത്തെ രാജാവായാലും ശരി, രാജാവിന് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ നോർമൽ ആൾക്കാർക്ക് കിട്ടാത്ത കാര്യങ്ങൾ പോലും, കിട്ടുന്ന കാര്യങ്ങൾ പോലും രാജാവിന് കിട്ടത്തില്ലായിരുന്നു ആ സമയത്ത്. ആലോചിക്കുക ലിമിറ്റേഷൻ എന്താണെന്ന്. ഫസ്റ്റ് തിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കൺവേർട്ട് ചെയ്തിരിക്കുവാണ് പഴയ ഫോർട്ടിനെ ഇപ്പോഴത്തെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ എന്താ വേണ്ടുന്ന പൈപ്പ് ലൈൻ കണക്ഷൻ. ഇത് മെയിൻ സംഭവമാണ് വെള്ളത്തിൻ്റെ. പണ്ടത്തെ രാജാക്കന്മാരുടെ ആൾക്കാർ വരെ പോയി ഇതേ ഇവിടുന്ന് കുന്നിൻ്റെ താഴെ ഇറങ്ങിപ്പോയി അവിടെ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടുവരുന്നത്. ആൻഡ് ടോയ്ലറ്റ് കണക്ഷൻ കണ്ടോ, ടോയ്ലറ്റ് കണക്ഷൻ്റെ പൈപ്പ് ലൈൻ മോട്ടർ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ചെറിയ പൈപ്പ് വെള്ളത്തിൻ്റെയാണ്, വലിയ പൈപ്പ് ടോയ്ലറ്റ് കണക്ഷൻ്റെയാണ്. AC റൂംസ്, ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ്റെ കേബിൾസ് ഉണ്ടോ. ഇത് വയറിംഗ് ആണ്, വെള്ള ലൈൻ വയറിങ്ങിൻ്റെയാണ്. അല്ലാതെ ബ്ലാക്ക് ലൈനൊക്കെ ഉണ്ട് കണക്ഷൻസൊക്കെ. ഇതൊക്കെ സംഭവങ്ങളാണ് പണ്ടത്തെ രാജാക്കന്മാർക്ക് പോലും കിട്ടാത്ത ഇലക്ട്രിസിറ്റി പോലും കിട്ടാത്ത സംഭവങ്ങളാണ് ഇപ്പോഴത്തെ നോർമൽ ആൾക്കാർക്ക് കിട്ടുന്നത്. അത് ടെക്നോളജിയുടെ ഇതാണ്. അന്നത്തെ രാജാവൊക്കെ ഇപ്പോൾ ഇതാ ടൈം ട്രാവലൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ പുള്ളിക്ക് ദൈവം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ പുള്ളി ഞെട്ടും. ഇപ്പോഴത്തെ ആൾക്കാരുടെ ലൈഫൊക്കെ ആലോചിച്ചിട്ട് നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ നടക്കുവാണ്. എൻ്റെ റൂം ഇവിടെ ഈ ഫോർട്ടിൻ്റെ ഈ സൈഡിൽ തന്നെയാണ്. അതാ ഇവിടെയൊക്കെ ആൾക്കാർ തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ വീടുകളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് താമസിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അല്ലായിരുന്നു. 100% ഓഫ് ദി ഏരിയ. കുറച്ച് റൂംസൊക്കെ ഉണ്ടായിരുന്നു താമസിക്കാൻ, ബാക്കിയെല്ലാം സേഫ്റ്റിക്ക് വേണ്ടി ഈ സാമ്രാജ്യത്തിനെ, ഈ രാജാവിൻ്റെ കൊട്ടാരത്തിനെയും ഭടന്മാരെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഫോർട്ട്. പണ്ടത്തെ സാധനങ്ങളൊക്കെ അതെ ഇതിലേക്കൂടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇത് പീരങ്കി വെക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. പീരങ്കി വെച്ചിട്ട് അവർ ഇതിലേ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിലെ ശത്രുക്കൾ ആരെങ്കിലും വരുവാണെങ്കിൽ അപ്പോഴേ ബ്ലാസ്റ്റ് ചെയ്യും. അതാണ് ദൂരെ ഫുൾ അങ്ങ് അറ്റം വരെ കാണാം. ഡെസേർട്ടിൻ്റെ അറ്റം തൊട്ട് ഇപ്പുറം വരെ കാണാം. അതായത് ഒരു ശത്രുക്കൾ പോലും ഇവരുടെ കണ്ണ് വെട്ടിച്ച് ഇതിനടുത്ത് എത്താൻ പറ്റത്തില്ല. ഇതുപോലത്തെ ഒരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതേ റൗണ്ടുള്ള ഭാഗത്തിൻ്റെ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ലോകത്ത് തന്നെ 1 or 2 ഫോർട്ടിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾ താമസിക്കുന്നത്. അതിൽ ഒരെണ്ണമാണിത്. ഈ ബിഗ് സ്റ്റോൺസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുവാണ്. കാറ്റടിച്ചാൽ പോലും പോകത്തില്ല. എന്നാലും നല്ലോണം തള്ളിയാലേ പോകത്തുള്ളൂ. ഇടയിൽ എന്തെങ്കിലും ഒട്ടിക്കുന്ന സാധനം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് എത്ര വർഷമായി ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അമേസിങ് അല്ലേ? ഇത്രയും കുന്നിൻ്റെ മേള് വരെ ഇങ്ങനെ കയറ്റി കാണും. ചിലപ്പോൾ ആനകൾ ഉപയോഗിച്ചായിരിക്കും ചെയ്തത്. ഇത് പീരങ്കി വെക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേ നോക്കും. ആരുമില്ലല്ലോ. സേഫ് അല്ലേ? സേഫാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിതിലാണ് നടന്നു വന്നത്. നമുക്കിതാ ഈ വഴി കൊടുന്ന് കയറി നോക്കാം. ചെറിയൊരു ഇടവഴിയാണ്. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നു. നമുക്ക് ലെഫ്റ്റ് പോവാം. ഇപ്പോൾ നമ്മൾ ഒരു തട്ടും കൂടെ മേളിലോട്ടെത്തി. ഇവിടെ ഭയങ്കര പൊടി, അതാണ് ഞാൻ മാസ്ക് ഇട്ടത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കേട്ടോ, കാർവിങ്സ്. ഒരു തട്ടും കൂടെ മേളിലെത്തി. ആ തട്ടിൻ്റെ ഇപ്പുറം എന്താല്ലേ, എന്ത് സംഭവമല്ലേ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് അൺഇമാജിനബിൾ ആണ്. ലോകത്തെ 1 or 2 കോട്ടകളിൽ മാത്രമേ ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്നുള്ളൂ. വേറൊരു കോട്ടയുണ്ട്, അത് ഫ്രാൻസിലാണ്. ഓ പീരങ്കി, ഓ മൈ ഗോഡ്, പീരങ്കി. ബ്ലാസ്റ്റ് ചെയ്യാം. ബൂം, പൊട്ടിച്ച് സെറ്റാക്കാം. ഇതിനകത്തൂടെ എത്ര ബോംബുകൾ പോയി കാണും, എത്ര സംഭവങ്ങൾ സെറ്റ് ചെയ്താണ്. നല്ല ചൂട്, കട്ടി അയണാണ്. ഇത്ര ആൾക്കാരുടെ പേടി സ്വപ്നമായിരുന്നാണ് പണ്ടത്തെ പീരങ്കി. അവർ പറയുമായിരിക്കും ജയ്സൽമീർ കോട്ടയിൽ വരരുത്, ഇവിടെ പീരങ്കി ഉണ്ട്, അവന്മാർ വേടി വെച്ച് സെറ്റാക്കി കളയെന്ന് പറയും. അന്നത്തെ തടിയും ഹുക്കും തടിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ. ഫുള്ള് ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് സാധനം ഇട്ടിട്ട് ഇവിടുന്ന് എങ്ങനെയാണ്ടൊക്കെയാണ് സാധനം ഇടുന്നത് നമുക്കറിയില്ല. ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. Do not give this to children. This is not to be used by professionals. മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അയ്യോ, AC രാജാവിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാധനം ഇപ്പം നോർമൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതൊക്കെ പൊളിഞ്ഞു പോയ ഭാഗങ്ങളാണ്. ഇതിൻ്റെ റൂഫ് ടോപ്പൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ റൂഫ് ടോപ്പിലും
ഇരുന്ന് കഴിക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. വലിയ രസമാണ് കേട്ടോ റൂഫ് ടോപ്പിൽ ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഒരു ഇടവഴി, കട്ട ഇടവഴി, നമ്മൾ അതിൻ്റെ കൂടെ മേളിൽ പോകണത് ആരുടെ വീടാന്ന് തോന്നുന്നു. ഇതിന് അവിടുന്ന് പോയി വ്യൂ നോക്കാം നമുക്ക്. ഭയങ്കര പൊളി വ്യൂ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോഴത്തെ മൂലയ്ക്കെത്തി ഈ ഫോർട്ടിൻ്റെ. ഇവിടെ രണ്ടുപേരൊക്കെ ഇരിക്കുന്നു, എന്തോ ചെയ്യുന്നത് നോക്കട്ടെ. ഹായ്, वो बहुत अच्छा है, बहुत खूबसूरत है. नाम क्या है? नाम क्या है? नाम कृष्ण कुमार. കൃഷ്ണൻ കുമാർ, नरेश कुमार. നരേഷ് കുമാർ, കൃഷ്ണൻ കുമാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ വീട് കണ്ട ഇതേപോലത്തെ ഈ റൗണ്ട് ഭാഗത്ത് ഉള്ള അതേപോലത്തെ റൗണ്ട് ഭാഗമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടുത്തെ വീട് പൊളിഞ്ഞു പോയി. ഇത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഒക്കെ ഉണ്ട്, ഗേറ്റും ഒക്കെ ഉണ്ട്, ടോയ്ലറ്റും സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. ടൂറിസ്റ്റ് സ്പോട്ട് പോലെ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ താമസിക്കാൻ, ഇങ്ങനത്തെ വീടുകളിൽ താമസിക്കാൻ നല്ല രസമാണ്. നേരത്തെ ഉണ്ടായിരുന്ന പൊളിഞ്ഞു പോയത് അവർ റീപണിഞ്ഞെടുക്കുവാൻ തോന്നുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വേറെ വീട് കണ്ടില്ലേ, ഒരു പണിയുന്നുണ്ട്, കൺസ്ട്രക്ഷൻ. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എന്തൊക്കെയാണെന്ന്. അകത്ത് നമ്മുടെ നോർമൽ വീട് കണക്കൊക്കെ തന്നെ, എല്ലാം ഇങ്ങനെ കേട്ടോ. അകത്ത് നോർമൽ വീട് കണക്കാണ്, പുറമേ കാണാനേ ഉള്ളൂ വ്യത്യാസം. ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താഴെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കിച്ചൺ സെറ്റ് ചെയ്യുന്ന നോർമൽ വീടുകളിലൊക്കെ ഉള്ള പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ മേളിലോട്ടും ഒക്കെ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട്. താഴെ ഇറങ്ങാം. എന്നിട്ട് ഇപ്പുറം ഒരു വീട് പണി നടപ്പുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന്. ഈ ഒരു ഏരിയ ഫുള്ള് വീട് പണികൾ നടക്കും. ഇത് പൊളിഞ്ഞു പോയ ഭാഗമാണെന്ന് തോന്നുന്നു. ഫോർട്ട് വില്ല, ഓക്കെ, ടൂറിസ്റ്റ് സ്പോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീടും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പഴമയുടെ ലുക്കുള്ള കല്ലുകൾ ഇപ്പോഴും കിട്ടും. അതുകൊണ്ട് തന്നെ ഇവർക്കിത് പണിയുമ്പോഴത്തേക്ക് പുതിയത് പണിഞ്ഞാലും പഴയതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ കല്ല് വെച്ച് തന്നെയാണ് സ്റ്റെയർസും ഒക്കെ പണിഞ്ഞേക്കുന്നത്. ഈ കല്ല് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ വീടുകളൊക്കെ പണിയാൻ സുഖമാണ്. വാർത്ത് കഴിഞ്ഞിട്ട് പൂശേണ്ട ആവശ്യമില്ല സിമെൻറ്റ് വെച്ചിട്ട്. അങ്ങനത്തെ നല്ല രസമല്ലേ. നമ്മുടെ ബാക്കിൽ കാണുന്നത് ഫുള്ള് ഈ ഇൻ്റർനെറ്റ്, വൈഫൈ, നെറ്റ് കഫേ, ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആൾക്കാർ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ടൂറിസ്റ്റുകാർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ വീടാണ്. സൈക്കിളിരിക്കുന്ന വീടിനകത്ത് പയ്യന്മാരുടെ സൗണ്ടൊക്കെ കേൾക്കാം. പഴയ ഡോറുകൾ മിക്സ്ഡാണ്, പഴയതും പുതുമയൊക്കെ ആയിട്ടുള്ള. എന്തുപോയാലും അവർ പുതിയതായിട്ടൊന്ന് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഈ ഫോർട്ടിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് പഴയ രീതിയിൽ തന്നെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഹായ്, വാട്ട്സ് യുവർ നെയിം? നാം ക്യാ ഹേ? ക്യാ ഹോ ഗയാ? ഓ, കാലിടിച്ചൊന്ന് കൊച്ചിൻ്റെ. അഭി കേസാ ഹേ? അച്ഛാ ഹേ. നല്ല രസമുണ്ട്. ഓ, ഇത് കണ്ട ഓൾഡ് ഹൗസസ് ന, ബ്യൂട്ടിഫുൾ ഓൾഡ് ഹൗസസ്. ഈ വർക്കൊക്കെ കണ്ട, കിടു. ആ കൊച്ചിൻ്റെ അപ്പനാണത് ചീത്ത വിളിക്കുന്നത്. കൊച്ചിനെ ചീത്ത വിളിക്കാൻ ദേഷ്യപ്പെടണം. ദേഷ്യപ്പെടുവാണ്, എന്തിനാ പുറത്തിറങ്ങി വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ബെസ്റ്റ് വ്യൂ ഫോർ ജെയിൻ ടെമ്പിൾ. രണ്ട് ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴികൾ, ഇടവഴി പോലിരിക്കും, പക്ഷേ നല്ല രസമാണ് മേൽഭാഗമൊക്കെ കാണാൻ. വവ്വാലും പ്രാവും ഒക്കെയാണ്. സ്മൂത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാം. വെളിത്തെ ആ ബീംസൊക്കെ കണ്ട, ബീംസൊക്കെ ഫുള്ള് കല്ലാണ്. അത് വീഴാതിരിക്കാൻ വേണ്ടി, ഉറപ്പിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ പുതിയതായിട്ട് നടത്തുമ്പോൾ പഴയ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സ് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ സ്റ്റീലിൻ്റെ റെയിലിങ്സ് കൊടുക്കും. ഫുൾ കൈ കൊണ്ട് കൊത്തിപ്പണിഞ്ഞ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അമ്പലം ജെയിൻ ടെമ്പിളാണ്. ഒത്തിരി ടൂറിസ്റ്റുകാരൊക്കെ ഉണ്ട് ഇവിടെ. റെസിഡൻഷ്യൽ സ്ട്രീറ്റ് ഫുള്ള് ഷോപ്പിംഗ് സ്ട്രീറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രാജസ്ഥാനിലെ കളിമണ്ണിൻ്റെ സാധനങ്ങളാണ്. മിട്ടി കാന ക്യാമൽ കാ ബോൺ. ഓ, ക്യാമൽ കാ ബോൺ ആണിത്. കിतना रुपया सर? ये ശിവജി 750 റുപ്പീസാണ്. ക്യാമൽ ബോൺ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശിവജി ഇതാണ്ടേ. ബുദ്ധ കിतना रुपया? 1100 रुपया. 1100. 11 and 00. 1200 രൂപ. പത്മാവതി. വാ, ഇതൊക്കെ ഫ്രെയിമാണ്, ഗ്ലാസ് ഫ്രെയിമാണ്. ക്യാമൽ ബോൺ വെച്ചുണ്ടാക്കി എന്തെങ്കിലും മേടിക്കണം നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി. നമ്മളെ വിളിക്കുന്നു. അതിൻ്റെ ചെറുതുണ്ട്. हाँ, जब मैं जाएगा ना लेगा. ക്യാമൽ ബോൺ വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ. ഷോപ്പിംഗ് സ്ട്രീറ്റായി ഫുള്ള്. ഇങ്ങനത്തെ തുണികളൊക്കെ രാജസ്ഥാനി ദുപ്പട്ട, ഇതൊക്കെയാണ് രാജസ്ഥാനി ദുപ്പട്ട. പൊളി സംഭവമാണ്. ഇതൊക്കെ നാട്ടിൽ ഇറക്കണം. ഡ്രസ്സൊക്കെ ഉണ്ട്, ക്യാമൽ തീംസ്. ഇതൊക്കെ ടൂറിസ്റ്റുകാരെ ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്.
ഒരുപാട് ഡ്രസ്സസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സസൊക്കെ നല്ല ഡ്രസ്സല്ലേ രാജസ്ഥാനി. പക്ഷേ ഇവിടെ റേറ്റ് കൂടുതലായിരിക്കും. ഇത് ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കണം ഇതൊക്കെ. വാ, ബ്യൂട്ടിഫുൾ. ദുപ്പട്ടാസ് ഉണ്ട്, രാജസ്ഥാനി സ്റ്റൈൽ ദുപ്പട്ടാസ്. അതാണ്ടേ ഇതൊക്കെയാണ്. കിतना റുപ്പിയ സർ? 200 റുപ്പീസാണ്. കൂടുതലാണെങ്കിലും കുറവാണ്. ഇവിടുത്തെ കൂടുതൽ റേറ്റ് ആണെങ്കിലും കുറവാണ് നാട്ടിലേക്കായി. ഇവിടുത്തെ പക്ഷേ നല്ല റേറ്റ് കുറയും. ബാന്തിനിയാണ് രാജസ്ഥാനി. ദിസ് ഇസ് ഹൗ മച്ച്? 150 റുപ്പീസ് ഒക്കെയാണ്. നൈസ്. ये लड़कों का है? हैं? कितना रुपया? 350 റുപ്പീസ് ആണ് ഷോർട്സ്. നല്ല ट्रेडिशनल अंडरवेयर. ये पहले ज़माने में नहीं था, अभी ने बनाया ना. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഫേമസ് ആണ്, ചെരുപ്പുകളൊക്കെ. ഹൗ മച്ച് സർ? 250 റുപ്പീസൊക്കെയാണ്. മാർക്കറ്റിൽ കിട്ടും അതിലും കുറവ് റേറ്റിൽ. രാജസ്ഥാനി ചപ്പലുകൾ. ഒരു രാജസ്ഥാനി ഔട്ട്ഫിറ്റ് നമുക്ക് ഫുള്ള് മേടിച്ചാലോ? ഡ്രസ്സും ചപ്പലും തുണികളും എല്ലാം കൂടെ മേടിച്ചൊന്ന് ഡ്രസ്സപ്പ് ചെയ്ത് നോക്കിയാലോ? എന്നിട്ട് ഒരു ദിവസം ഫുള്ള് കറങ്ങി നടന്നാലോ രാജസ്ഥാനിൽ? ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് വിളിച്ച് കയറ്റിക്കോ സാധനങ്ങൾ കാണിച്ചോ, പക്ഷേ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രഷറൈസ് ചെയ്യും. അതെനിക്കിഷ്ടമല്ല. ഇത് റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്കിതിനകത്തൊന്ന് കയറി നോക്കാം. ഊപ്പർ ജാ സക്താനാ? നമുക്കൊന്ന് കയറി നോക്കാം. ആ, അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിവിടുത്തെ റേറ്റ്സ് ഒക്കെ നോക്കാം. കത്തി റേറ്റ് അല്ല, നോർമൽ റേറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. 150-200 റുപ്പീസൊക്കെയാണ് ഇവിടുത്തെ താലി, രാജസ്ഥാനി താലി. ആ റേറ്റിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. അല്ലാതെ കത്തിക്ക് കഴിച്ചിട്ടൊരു കാര്യമില്ല. കാരണം കത്തിക്ക് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ടേസ്റ്റുള്ള ഒത്തൻറ്റിക് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കിട്ടും. പക്ഷെ ഇവിടുത്തെ ഒരു ഫീലിംഗ് എങ്ങനെയാണെന്നൊക്കെ അറിയണം. അതിൻ്റെ മേളിലൊക്കെ ഇരുന്ന് കഴിക്കാനുള്ളൊരു ഫീലിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് ഇത്രയും രൂപ കൊടുത്താലും സീനൊന്നുമില്ല. റൂഫ് ടോപ്പിൽ ഭയങ്കരമായ വ്യൂ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇത് കുറച്ചുകൂടെ ഹൈറ്റിലാണ്. സോ ബ്യൂട്ടിഫുൾഡാ. എന്ത് സ്ഥലമാണ് ഇത്! ഇങ്ങനൊരു മാജിക് സ്ഥലം ഇന്ത്യയിലുണ്ടെന്ന് നമ്മൾ ആലോചിക്കുമോ? എനിക്കിവിടുത്തെ ക്ലൈമറ്റ് ഇഷ്ടപ്പെട്ടു. കാരണം അഹമ്മദാബാദിലെ ക്ലൈമറ്റ് വാസ് ടു ഹോട്ട് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഹോട്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ഡെസേർട്ട് ക്ലൈമറ്റാണ്. ഞാൻ യൂസ്ഡ് ആണ് ഡെസേർട്ട് ക്ലൈമറ്റ്. ദുബായിലെ ക്ലൈമറ്റ്, അബുദാബിയിലെ ക്ലൈമറ്റും ഒക്കെ ആയിട്ട് ഞാൻ യൂസ്ഡ് ആണ്. സിമിലർ ക്ലൈമറ്റാണ്. പക്ഷേ കുറച്ചും കൂടെ ചൂട് കുറവുണ്ട് അവിടത്തേക്കായി. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ അവിടെ ഉണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ എനിക്ക് ഇവിടെയും വരുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ തുമ്മൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൊടി അതിൻ്റെത്. അതൊക്കെ കുഴപ്പമില്ല. നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. ബട്ട് അമേസിങ് പ്ലേസ്. ഹായ്. നമുക്കിവിടുത്തെ ടിപ്പിക്കൽ റൂമൊക്കെ ഒന്ന് കാണാം. ഈ ചേട്ടന്മാർ ബൈക്കിലാണ് വന്നത്. യു കെയിം ഫ്രം ഇൻ ബൈക്ക്? ബൈക്കേഴ്സ് ആണ് ചേട്ടന്മാർ. വിച്ച് ബൈക്ക് യു ഹാവ്? അവഞ്ചർ. പൊളി. നമുക്ക് യമഹ ഉണ്ടെന്ന് പറഞ്ഞ് കിടൂ. ഈ വ്യൂ ആണ് എല്ലായിടത്തുനിന്നും. പൊളി വ്യൂ ആണ്. ഐ ലൈക്ക് ദ റൂം. ട്രിപ്പിൾ റൂം പോലത്തെ തന്നെ. ഡബിൾ ബെഡ് ഓർ സിംഗിൾ ബെഡ്. സോഫ ഉണ്ട്. വാ, അടിപൊളി. അടിച്ച് സെറ്റായിരുന്നെന്ന് തോന്നുന്നു. കുപ്പിയൊക്കെ ഇരിക്കുന്നു. टॉयलेट है वो नेचुरल लाइक ट्रेडिशनल टॉयलेट किड़ू. बट तारे टाइल्स ഒക്കെ ഉണ്ട്. ഇത് ഉണ്ടാക്കിയതാ ടോയ്ലറ്റ് കേട്ടോ. पहले जमाने में टॉयलेट नहीं था. अब बनाया ये जुगाड़ है. बट बहुत अच्छा जुगाड़ है. पेंटिंग्स നോക്ക്. ब्यूटीफुल. एसी के साथ 1000 है. या एसी नहीं डालता है ना? एसी का जरूरत भी नहीं है इधर. नहीं बहुत गर्मी रहता है. മേൽഭാഗമൊക്കെ കണ്ടോ? ഗ്ലിറ്ററിങ്. ബോത്ത് ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ്. സീ ദീസ് പെയിൻറ്റിങ്സ് ആർ വെരി നൈസ്. പെർഫെക്റ്റ്. മതിലുകളുടെ പെയിൻറ്റിങ്സ് കിഡു. ഇങ്ങനത്തെ വീടാണ് എനിക്കിഷ്ടം. ഇങ്ങനത്തെ വീട്ടിലാണ് താമസിക്കാൻ എനിക്കിഷ്ടം. मैं जोधपुर से ट्रेन में आया. നമുക്ക് ഇവിടുന്ന് ഒരു ടൈം ലാപ്സ് അടിച്ച് പോയിട്ട് നേരെ ബാങ്ക് ഷോപ്പിൽ പോയി നിൽക്കാം.
നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ബാങ്ക് ഷോപ്പിലാണിത്. ഇവിടെ പോലീസിൻ്റെ വണ്ടിയെ കിടപ്പുണ്ട്. ഒരു സീനും ഇല്ല, പക്ക കിടിലാണ്. കാരണം ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, വിത്ത് ലൈസൻസ് ആണ്. ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡ്രിങ്ക് കുടിക്കണം ഇന്ന് ബാങ്കിൻ്റെ. ഇതാണ് ബാങ്ക് ബിസ്ക്കറ്റ്സ്. ദിസ് ഈസ് മീഡിയം, ദിസ് ഈസ് നോർമൽ. ഇത് ചെറുതാണ്. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കുറഞ്ഞാണ്. ഇത് മീഡിയം സ്ട്രോങ് ആണ്. ആൻഡ് ദിസ് വൺ ഈസ് സൂപ്പർ സ്ട്രോങ് ബാങ്ക് ബിസ്ക്കറ്റ്. സൂപ്പർ സ്ട്രോങ് ആണ്. മീഡിയം, ലോ, മീഡിയം, സ്ട്രോങ് ഇതാണ്. ഇത് നമുക്ക് 5 എണ്ണം 10 എണ്ണം 600 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. ഇത് 400, 300 അങ്ങനെ റേറ്റാണ്. പല റേറ്റാണ്, നമുക്ക് അറിയത്തില്ല റേറ്റ് ഒന്നും കൃത്യമായിട്ട് അവർ പറയത്തില്ല. പക്ഷേ ഇതൊക്കെയാണ് റേറ്റ്. നമുക്ക് ഒരു ഡസനൊക്കെ എടുത്ത് 1000 രൂപയ്ക്ക് കിട്ടും ഈ ബിസ്ക്കറ്റ്. സൂപ്പർ സ്ട്രോങ്. നമുക്ക് എന്തായാലും ബിസ്ക്കറ്റ് വേണ്ട, നമുക്ക് പോയി ഡ്രിങ്ക് കുടിക്കാം. ബാങ്കിൻ്റെ ചോക്ലേറ്റ് ബാങ്ക് ലസ്സിയാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. ഇവിടെ കോഫി ഷോപ്പും ഉണ്ട്, ബാങ്ക് ഷോപ്പും ഉണ്ട്, എല്ലാം അടുത്തടുത്താണ്. ഭയങ്കര ബഹളം, ഫുള്ള് ആൾക്കാർ, വണ്ടികൾ എല്ലാം, ഭയങ്കര സ്ട്രീറ്റിൻ്റെ ബഹളം. നമുക്കൊരു സ്ട്രോങ് ചോക്ലേറ്റ് ഇത് മേടിക്കാം. കം ആൻഡ് എൻജോയ്. റെക്കഗ്നൈസ്ഡ് ബൈ ലോൺലി പ്ലാനറ്റ് ലസ്സി ഷോപ്പ്, ഫ്രഷ് ഫ്രൂട്ട്സ് ലസ്സി ആൻഡ് മിൽക്ക് ഷേക്ക്, ജയ്സൽമീർ. ഇത് അവരുടെ ഓഫീസാണ്. ഇതും അകത്തിരുന്ന് നമുക്ക് കുടിക്കാം, AC റൂമിലിരുന്ന് കുടിക്കാം, അല്ലെങ്കിൽ പുറത്തിരുന്ന് കുടിക്കാം. നമുക്ക് സ്ട്രോങ് ബാങ്ക് ലസ്സി കുടിക്കുവാണ്. ഓ, നല്ല ഇലയുടെ മണവും പച്ചിലയുടെ മണവും ചോക്ലേറ്റിൻ്റെ മണവും പൊളി. ഓ, സൂപ്പർ സ്ട്രോങ് ആണ് കേട്ടോ. കറക്റ്റില്ല, ഇലയുടെ ഫ്ലേവറുള്ള ചോക്ലേറ്റ് അത് കുടിക്കുന്നതാണ്. സൈഡിൽ രാജസ്ഥാൻ പാട്ടൊക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് വരുമോയെന്ന് അറിയത്തില്ല. ഇത് പഴയ പാട്ടാണ്, കോപ്പിറൈറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ദിസ് ഈസ് വെരി സ്ട്രോങ്. ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്കിവിടുന്ന് ഇറങ്ങാം. എന്താണ് ഫീലിംഗ് എന്ന് നമുക്ക് അറിയത്തില്ല, ഇപ്പോൾ കുടിച്ചല്ലേ ഉള്ളു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരു സംഭവം തോന്നിയത് ഇവിടെ റേറ്റ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ജോധ്പൂരിൽ രണ്ട് ഗുളിക, 2 ബാങ്കിൻ്റെ ഗുളിക മേടിക്കുമ്പോൾ തന്നെ 160 റുപ്പീസ് ആകത്തുള്ളൂ. ഇവിടെ 250 റുപ്പീസായി. പക്ഷേ ഇവിടെ വന്നതല്ലേ, ഇവിടെ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെയാണ്. ഇവിടെ വന്നതല്ലേ, എന്തായാലും നമുക്ക് അറിയണമല്ലോ എന്നറിയാൻ വേണ്ടിയാണ്. ഇവിടെ ബാങ്കിൻ്റെ കുക്കീസും ഉണ്ട്. കുക്കീസ് കഴിക്കാനായിട്ട് 1000 രൂപയാണ്. 10 കുക്കീസിന് 1000 രൂപ, 600 രൂപ, 800 രൂപ, ആ റേഞ്ചിലെ പല ഇതാണ്. പിന്നെ ബാങ്കിൻ്റെ ലീഫ് തന്നെ ഇവിടെ കിട്ടും. ലീഫ് മാത്രമായിട്ട് കിട്ടും. അത് 10 ഗ്രാംസിന് ഇത്ര രൂപയാവും, 900 റുപ്പീസ് അങ്ങനെ കണ്ടാണ്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂവും ചെയ്യണം. എന്നിട്ട് ഇന്ന് നമുക്ക് ഈ എങ്ങനെയാണ് ഇതിൻ്റെ ഫീലിംഗ് എന്ന് അറിയണം. എന്നിട്ട് ഈ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോർട്ടിനകത്ത് പോകും. എന്നിട്ട് ഫുള്ള് കറങ്ങും, ഫുൾ ടൈം ലാപ്സൊക്കെ എടുക്കും. ഇന്നത്തെ വീഡിയോ ഇതാണ്, ഹൗ ടു എൻജോയ് രാജസ്ഥാൻ ഇൻ ഫുൾ ബ്യൂട്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. ഡ്രഗ്സിനെ പ്രൊമോട്ട് ചെയ്യുക. ഡ്രഗ്സ് ആണോ ഇത്? ഡ്രഗ്സ് ഒന്നും അല്ലല്ലോ. നാട്ടിലാണിത് ഡ്രഗ്സിൻ്റെ കാറ്റഗറിയിലോട്ട് വരുന്നത്, ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഈ ബാങ്ങൊക്കെ. പക്ഷേ ഇവിടുത്തെ ഡ്രഗ്സിൻ്റെ കാറ്റഗറിയിലാവും നമുക്കറിയില്ല. സോ എനിവേയ്സ്, കഞ്ചാവിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ലീഗലാണ് സംഭവം, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുവാണ്, ടേസ്റ്റ് നോക്കുവാണ് സംഭവം. ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് ഡിഫറെൻറ്റ് വേ ഓഫ് ഹാവിങ് സംതിങ് വിച്ച് ഈസ് ഇല്ലീഗൽ ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. കാരണം ഇവിടെ ബ്രാഹ്മിൻസും അങ്ങനത്തെ ആൾക്കാരൊക്കെ കള്ള് കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഏക മാർഗമായിട്ടുള്ള ഒരു സംഭവമാണ് ബാങ്ക്. അതുകൊണ്ടാണ് ബാങ്ക് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ബാങ്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കള്ള് കുടിക്കുന്ന കണക്കല്ല. കള്ളിപ്പോൾ നമ്മളൊരു 4, 5, 6, 8 പെഗ് ഒരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് ഓഫായി കിണ്ടിയായി താഴെ വീണ് കിടക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ലിവർ അത്രയ്ക്ക് പ്രോസസ്സ് ചെയ്യും ഈ കള്ള്. എത്ര ക്വാണ്ടിറ്റി കുടിച്ചാലും പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഔട്ട് കംപ്ലീറ്റ്ലി ഡൗൺ ആക്കി തളർത്തി കിടത്തും. പക്ഷേ ബാങ്കിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റി പ്രോസസ്സ് ചെയ്യുമെന്ന്, ഇത്ര മണിക്കൂറിൽ ഇത്ര ക്വാണ്ടിറ്റി നമ്മുടെ ശരീരം പ്രോസസ്സ് ചെയ്യുമെന്ന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത്രയും ടൈം എക്സ്റ്റെൻഡ് ആവുന്നുള്ളൂ. ഇപ്പം നമ്മൾ സൂപ്പർ സ്ട്രോങ് ഒക്കെ ഉണ്ട് ഇവിടെ. ആ സൂപ്പർ സ്ട്രോങ് ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 2 ദിവസമൊക്കെ നമ്മൾ ഫുള്ള് ഫ്ലൈയിങ് ആയിരിക്കും. കാരണം ബോഡി അത്രയ്ക്ക് ഒരു ചെറിയ റേറ്റ് അനുസരിച്ചേ അത് പ്രോസസ്സ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഫുള്ള് പ്രോസസ്സ് ചെയ്ത് തീർന്നില്ലേ നാളെയും പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇന്നും നമ്മൾ ഫ്ലൈയിങ് ആയിരിക്കും, നാളെയും ഫ്ലൈയിങ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഓവർ ഡോസ് എന്ന് പറയുന്ന സാധനമില്ല. കാരണം ആ ഒരു ലെവലിന് മേളിലോട്ട് ബോഡിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 10 ഗ്ലാസ് കുടിച്ചാലും നമ്മൾ അടിച്ച് ഓഫായി താഴെ വീണ് കിണ്ടിയായി ബോധമില്ലാതെ കിടക്കത്തില്ല. പക്ഷേ നമ്മുടെ
ശരീരം ഇത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ദിവസത്തിൻ്റെ എണ്ണം കൂടും എന്നും പറഞ്ഞ് ഒരു ലിമിറ്റിനോട് അപ്പുറം പോകത്തില്ല. ബാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴുള്ള പ്രശ്നം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങും. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്ന അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ട്രഡീഷണൽ ഇവിടുത്തെ നോർമൽ ആഹാരങ്ങളൊക്കെ ഉണ്ട്. എടുക്കുവാണ് ഇവിടുത്തെ താലി, അതായത് പ്ലേറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ്. നല്ല സ്പൈസി ഫുഡാണ്, നമുക്ക് കഴിക്കാം. ഇതാണ് മിർച്ചിക്ക സാലൻ, മുളകിൻ്റെ കറി, മുളകിൻ്റെ അച്ചാർ, നൈസാണ്. രാജസ്ഥാനിലെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കറക്റ്റില്ല എരിവൊക്കെയുള്ള നല്ല മസാലയൊക്കെയുള്ള വെജാണെങ്കിൽ ഒരു പോരായ്മ ഒന്നുമില്ല, കാരണം നല്ല രുചിയാണ്. ഗുജറാത്തിലെ ഫുഡ് വെജാണ്, പക്ഷേ ഭയങ്കര മധുരമാണ്. മനുഷ്യർക്ക് വായ വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല. ഇവിടുത്തെ അങ്ങനല്ല. ഈ കറിയൊക്കെ നല്ല ടേസ്റ്റ്. ഇവിടെ പ്രധാനമായിട്ട് മുളകിൻ്റെ എരിവാണ് കേട്ടോ. ഇതാണ്ട മുളകിൻ്റെ കറി. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടുന്നത് ഡ്രീം പോട്ട് എന്ന് പറഞ്ഞ ആപ്പുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഫോണും ക്യാമറയും സ്മാർട്ട് വാച്ചും എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് 1% പ്രൈസിൽ നമുക്ക് കിട്ടും. ഇന്നലെ ഒരു ഇതുണ്ടായിരുന്നു, ആമസോൺ ഈക്കോ ഡോട്ടും പിന്നെ MIയുടെ സ്മാർട്ട് വാച്ചും ഒക്കെ, MI സ്മാർട്ട് ബാൻഡ് 5 ഒക്കെ ഇതാ കാണിച്ചു തരാം. ഇപ്പോൾ MI ട്രൂ വയർലെസ് കിടക്കുന്നത് 72 രൂപ പെർ സ്പോട്ട്. പെബിൾ വേഴ്സസ് സ്മാർട്ട് വാച്ച് കിടക്കുന്നത് 42 പെർ സ്പോട്ട്. അത് നമുക്ക് നോക്കാം. സംഭവം എന്ന് വെച്ചാൽ പെർ സ്പോട്ട് 42. 100 സ്പോട്ടാണ് ഒരു പ്രൊഡക്റ്റിനുള്ളത്. ആ 100 പേര് 42 വെച്ചിടുമ്പോഴത്തേക്ക് ആ 100 പേരിൽ ഒരാൾക്ക് ഇത് അടിക്കും. എന്നിട്ട് ബാക്കി 99 പേർക്ക് ഇത് ഡിസ്കൗണ്ട് പ്രൈസിൽ മേടിക്കാൻ പറ്റും. 3299 സാധനമാണ്, 1999 ഡിസ്കൗണ്ട് പ്രൈസാണ്. അങ്ങനെയും മേടിക്കാം. അതായത് 99 പേര് ഹാപ്പി, 100ാമത്തെ ഒരാളും ഹാപ്പി. അടിക്കാൻ ചാൻസും കൂടുതൽ. ഇതാണ് പ്രത്യേകത. പൈസയും വേസ്റ്റ് ആകത്തില്ല, എന്നാൽ ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുകയും ചെയ്യും. പൊളിയല്ലേ? ട്രൈ ചെയ്ത് നോക്ക്. പ്രോഡക്റ്റ്സ് ഒക്കെ വരുന്നത് അജ്മൽ ബിസ്മി, സ്കൈസെൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ്. കേരള ആപ്പാണ്, പൊളി ആപ്പാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. അപ്പോൾ ഇതുപോലത്തെ ഫ്ലൈയിങ് വീഡിയോസ് ഇനി വേണമെങ്കിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. താങ്ക് യു സോ മച്ച്.